നമസ്കാരം. വിൻ്റർ ഹെവൻ്റെ ഒരു നല്ല ന്യൂസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളേവരും കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയുടെ ചില ശോചനീയാവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. നിങ്ങളിതിൽ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ടില്ലായിരുന്നു. ആ സമയത്ത് ഫാനുകളൊന്നും വർക്കാവാതിരുന്ന സമയത്ത് ചോദിക്കപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ജനറേറ്ററില്ല, ജനറേറ്ററിൽ ഒഴിക്കാൻ ഡീസലില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ OP സംവിധാനമാണ്. ഇത്രയും തിക്കും തിരക്കും ഉണ്ടായിട്ട് പോലും അവിടെ അത്രയും രോഗികൾക്ക് സുഗമമായി നിന്ന് OP ടിക്കറ്റ് എടുക്കാമെന്നുള്ള സംവിധാനം പോലും ഇല്ലാത്ത നിലയിലേക്ക് ഒരു ജില്ലാ ആശുപത്രി നിലവാരത്തിലിരിക്കുന്ന ഹോസ്പിറ്റലിന് സംവിധാനങ്ങളില്ല എന്നുള്ള ദയനീയമാണ്. OP ടിക്കറ്റിന് 5 രൂപ 10 രൂപ നിരക്കിൽ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സർക്കാർ. പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കുന്നതല്ലാതെ സത്യത്തിൽ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ജനങ്ങൾ വളരെ ആകാംക്ഷാപൂർവ്വം അവിടെ ക്യൂ നിൽക്കുകയാണ്. എന്നിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. പരാതികൾ ഓഫീസിലെ പരാതി പെട്ടിയിൽ നിക്ഷേപിക്കുക എന്ന് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് സത്യത്തിൽ അവിടെ പരാതി ഉണ്ട് ജനങ്ങൾക്ക് എന്ന് തെളിയിക്കുന്നതാണ് ആ ബോർഡ്. നിങ്ങൾ ആകാംക്ഷയോടെ ജനങ്ങൾ 100 കണക്കിന് പേരിങ്ങനെ കുത്തി നിറഞ്ഞ് ഞെരുങ്ങി നിൽക്കുക. പക്ഷേ ഫാർമസിയിലൊക്കെ വേണ്ടത്ര ഫാർമസിസ്റ്റുകളില്ല, മരുന്നിൻ്റെ സംവിധാനങ്ങളില്ല. എല്ലാ മരുന്നുകളും പുറത്തുനിന്നാണ് എഴുതുന്നത്. ഇവിടെ വന്നിട്ട് പോകുന്ന രോഗിക്ക്, ഈ അമ്മയൊക്കെ കണ്ടോ, വന്നിട്ട് പോകുന്ന രോഗികൾക്ക് വേണ്ട ഒരു പരിചരണം അവിടെ ഇല്ല. കുടിക്കുവാനൊരു ഒരല്പം വെള്ളം വച്ചിട്ടില്ല. ദേഹം തളർന്ന് വീണാൽ വേണ്ടത്ര ഒരു കാഷ്വാലിറ്റി സംവിധാനമില്ല. ഫാർമസിയുടെ മുന്നിലൊക്കെ ഉള്ള തിരക്കാണ്, ജനം കുത്തി നിറഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ അവിടെ ഒരു സംവിധാനം ഇന്ന് വരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടില്ല. ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, വരുമ്പോൾ ഈ സാധാരണക്കാരാണ് സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത്. അവർക്ക് വേണ്ട അത്യാഹിത സംവിധാനം, അത്യാഹിതം കണ്ട കാഷ്വാലിറ്റിയുടെ ഫ്രണ്ട് വശമാണ്. അതിനകം ഇപ്പം ഞങ്ങൾ കാണിക്കും. ഒരു സത്യത്തിൽ മരുന്ന് സംവിധാനങ്ങളാണ്. നമ്മുടെ ബ്ലഡ്, യൂറിന് ഒക്കെ പരിശോധിക്കുന്ന ആ സ്ഥലത്ത് പോലും അതിനൊക്കെ ക്യാഷ് ഈടാക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നവർ നേരിൽ വന്ന് അവിടെ നിന്ന് OP എടുത്ത് നോക്കണം. എന്താ വിവര പട്ടിക കടകളിൽ, സൂപ്പർ മാർക്കറ്റിൽ വിവര പട്ടിക എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെയാണ് അവിടെ ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇത് കാഷ്വാലിറ്റിക്ക് അകത്തുള്ള സംവിധാനമാണ്. ഒരൊറ്റ ഫാനുകളും കറങ്ങുന്നില്ല. രോഗികളെല്ലാം ബെഡിൽ കിടക്കുന്നുണ്ട്. ഒരു സംവിധാനങ്ങളുടെ ഡോക്ടേഴ്സില്ല, അതിനുള്ള സ്റ്റാഫുകളില്ല. എല്ലാം എന്താ വിശദമായി കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ഇതിനകത്ത് പ്രതികരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ സ്റ്റാഫുകളുണ്ട്, അങ്ങിങ്ങ് കറങ്ങി കിടക്കുന്ന കുറച്ച് സ്റ്റാഫുകളൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ആരും വേണ്ടത്ര നല്ല നിലയിൽ ഈ സംവിധാനത്തെ, പൊതു സംവിധാനമായ ഒരു ജില്ലാ ആശുപത്രിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു വിഷയം. അറിയാൻ കഴിഞ്ഞത് ഇവിടെ ജനറേറ്ററില്ല, ജനറേറ്ററിൽ ഒഴിക്കാൻ ഡീസലില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കൊള്ള പലിശകൾ ഇവിടെ പൈസകൾ ഇവിടെ വാങ്ങിയിട്ട് ഒരു ജനറേറ്റർ വാങ്ങാനോ അതിലൊഴിക്കാനുള്ള ഡീസൽ വാങ്ങാനോ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം ഇവിടെ വാഹനം 2 വീലർ അതുപോലുള്ള മറ്റ് 4 വീലറുകളും കൊണ്ടുവെക്കുന്നത് മുതൽ അതുപോലെ തന്നെ ഇവിടുത്തെ ലാബ് പ്രവർത്തിക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളിലും അവർ നല്ല കൊള്ള പൈസയാണ് ഇവിടെ നിന്ന് വാങ്ങുന്നത്. പക്ഷെ ചോദിച്ചു അവർ, കാരണം ഇവിടെ നിന്ന് കുറേ പെണ്ണുങ്ങളെ നിർത്തിക്കൊണ്ട് അവരിവിടെ നിന്നും പൈസ പിരിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അവരൊരു വാഹനം കൊണ്ടുവെക്കുമ്പോൾ ഓടി അടുത്ത് വരികയും പൈസ വേണമെന്ന് പറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു വാഹനം കൊണ്ടുവെക്കുന്നത്, ആശുപത്രിയിൽ വരുന്നവർ വാഹനം കൊണ്ടുവെക്കുന്നത് ആശുപത്രി പരിസരങ്ങളിലാണ്. അപ്പോൾ അതിന് പോലും ഇവിടെ പൈസ പിരിവാണ് നടക്കുന്നത്. ഉള്ള പൈസയാണ് ഇവിടെ വാങ്ങുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ളതായ ആനുകൂല്യങ്ങളൊന്നും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് രോഗികളുള്ള സ്ഥലത്ത് ഫാനുകളുണ്ടായിരുന്നു, പക്ഷേ അത് കറങ്ങുന്നില്ല. കാരണം ചോദിക്കപ്പെട്ടപ്പോൾ കറണ്ടില്ലാത്ത സമയങ്ങളിൽ ഇവിടെ അവർ പറയുന്നത് ജനറേറ്റർ
വർക്കാവുന്നില്ല, അല്ലെങ്കിൽ അതിലൊഴിക്കാൻ ഡീസലില്ല എന്നുള്ളതാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും കറണ്ടില്ലാത്ത സാഹചര്യം വരുമ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഒരു രോഗിയെ എങ്ങനെയാണ് അവർ ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ ചെയ്ത് നീക്കം കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, നമുക്കറിയാൻ കഴിയുന്നില്ല അതെന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. SRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോകുമ്പോൾ ഞാനൊരു കൺസെഷന് വേണ്ടി പോയതാണ്. അവിടെയും ഇതുപോലെ തന്നെയാണ് നടക്കുന്നത്. അവിടെ പോയപ്പോൾ ഒരു 2 വീലർ കൊണ്ടുവയ്ക്കാൻ പോയപ്പോൾ 15 രൂപ വേണമെന്ന് പറഞ്ഞ് ഓടി അടുത്ത് വരികയും, അതിനും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ സർക്കാർ ബസ് സ്റ്റാൻഡിൽ ഒരു വാഹനം കൊണ്ടുവയ്ക്കണമെങ്കിൽ അവിടെയും പൈസയാണ്. എല്ലാ സ്ഥലത്തും പൈസയാണ്. സർക്കാർ സ്ഥാപനം എന്ന് പറയാൻ മാത്രമേ നമുക്ക് കഴിയാനുള്ളൂ. സർക്കാർ ഹോസ്പിറ്റൽ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ. പക്ഷേ അവിടുത്തെ ആനുകൂല്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പ്രൈവറ്റ് ആശുപത്രിയെക്കാളും കാശാണ്. കാരണം ഒരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി തന്നെ 110 രൂപയും 120 രൂപയും 150 രൂപയും കാണാൻ കഴിഞ്ഞത് പാവപ്പെട്ട ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുറേ ആളുകൾ ഇവിടെ വന്നിട്ടും അവരിൽ നിന്നും പോലും 110, 150, 200 രൂപ പോലും ഒരു ചെറിയൊരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി വാങ്ങുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും വിഷമിപ്പിക്കാനോ ഏതെങ്കിലും ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്താനോ ഏതെങ്കിലും ഒരു സിസ്റ്റത്തെ കംപ്ലൈൻറ്റ് പറയാനോ ഒന്നുമല്ല. ആരോഗ്യവകുപ്പ് മന്ത്രി എപ്പോഴും പറയുന്നുണ്ട് ഒരു സിസ്റ്റത്തിൻ്റെ കംപ്ലൈൻറ്റാണ്. സിസ്റ്റം എന്ന് ഒരു ആരോഗ്യവകുപ്പിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ്. സൂപ്പർ മാർക്കറ്റിൽ പ്രൈസ് ടാഗ് അടിച്ചിരിക്കും പോലെയാണ് വിവര പട്ടിക അടിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇതാ ഇപ്പോൾ കാണിക്കുന്നുണ്ട് 500 രൂപ വരെ ഓരോ ടെസ്റ്റിനും അവിടെ ഈടാക്കും. ഹോട്ടൽ സത്യം പറഞ്ഞാൽ എന്തിനാണ് സാധാരണക്കാരും തെണ്ടികളും പാവങ്ങളുമായിട്ടുള്ള നമ്മളെപ്പോലുള്ളവർ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നിർധനർക്ക് സഹായത്തിനാണ് സർക്കാർ ആശുപത്രി. പക്ഷേ അവിടെ OP ടിക്കറ്റിൻ്റെ 10 രൂപ മുതൽ തുടങ്ങി ഇങ്ങറ്റ 500 രൂപ വരെ. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു അമ്മാമ്മ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ, അവരുടെ അവസ്ഥ എന്താകും? അവർക്ക് ആര് മരുന്ന് കൊടുക്കും? ആര് ടെസ്റ്റിനുള്ള കാശ് ചിലവാക്കും? എല്ലാം ചോദിച്ചു പോവുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം പ്രതിഷേധിക്കുക, പ്രതികരിക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നമസ്കാരം.